ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഹിന്ദു ലോൻ്റെ ഇൻട്രൊഡക്ഷൻ നോക്കാനായിട്ടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫാമിലി ലോ 2 ആണ് നമ്മൾ ഇപ്പോൾ നോക്കുന്ന സബ്ജക്റ്റ്. ഫാമിലി ലോ 2 എന്ന് പറയുന്നത് ഫാമിലി ലോ 1ൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ നമ്മൾ എന്താണ് ഹിന്ദു അല്ലെങ്കിൽ ആരാണ് ഹിന്ദു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുള്ളത് ഫാമിലി 1ലാണ്. അപ്പം ആ ഒരു ബേസിക് ഐഡിയ നമുക്ക് ഫാമിലി 1 അതായത് 4th സെമസ്റ്ററിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ കൂടി നമുക്ക് ഫാമിലി ലോ 2ൽ വരുന്നത് മെയിനായിട്ട് ഹിന്ദു, മുസ്ലിം ആൻഡ് ക്രിസ്ത്യൻ ലോസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു റിലീജിയസിനെ കുറിച്ച് വരുമ്പോൾ അതിനായിട്ട് നമ്മളൊരു ബേസിക് ഇൻട്രൊഡക്ഷൻ നമ്മൾ എന്തായാലും കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഒരു 5 മാർക്ക്, 10 മാർക്ക്, 12 മാർക്കിൻ്റെ ഏതൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും ആ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു സിമ്പിൾ ഇൻട്രൊഡക്ഷൻ പ്രൊവൈഡ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമ്മുടെ ആൻസർ ഒരു പെർഫെക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അതേപോലെ തന്നെ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനായിട്ടുള്ളൊരു സിമ്പിൾ ടിപ്പാണ് ഇൻട്രൊഡക്ഷൻ ആൻഡ് കൺക്ലൂഷൻ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു ഹിന്ദു ലോ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ഒരു ക്വസ്റ്റ്യനും ഹിന്ദു റിലീജിയനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സിമ്പിൾ ഇൻട്രൊഡക്ഷൻ എന്താണെന്ന് എഴുതി വെക്കാം. അപ്പോൾ ഹിന്ദു ലോ എന്ന് പറയുന്നത് കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ ഹിന്ദു ലോ എന്നത് ഏൻഷ്യൻ്റ് അതേപോലെ തന്നെ വേൾഡിൽ വെച്ചൊരു പ്രോളിഫിക് ലോ ആണ്. ഇതിന് 6000 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഹിന്ദു ലോ എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത് ജനങ്ങളാണ്. ഇറ്റ് ഈസ് എ മാൻമെയ്ഡ് അല്ലെങ്കിൽ മാൻമെയ്ഡ് ലോ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു ലോ എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത് സൊസൈറ്റിയിലുള്ള ക്രൈമോ അതേപോലെ തന്നെ ട്രാൻസ്ഗ്രേഷനോ തടയാൻ വേണ്ടിയിട്ട് മാത്രമല്ല, പക്ഷെങ്കിൽ കൂടിയിട്ട് അവരുടെ ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ റിലീജിയൻ ഫോളോ ചെയ്യുന്ന പീപ്പിൾക്ക് എന്താണ് സാൽവേഷൻ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ സാൽവേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് മോക്ഷം ലഭിക്കാനാണ്. അപ്പോൾ ഈ ഒരു ഹിന്ദു റിലീജിയൻ പ്രാക്ടീസ് ചെയ്യുന്ന ഓരോ ഹിന്ദുസിനും അവരുടെ ആഫ്റ്റർ ലൈഫിന് ശേഷം സാൽവേഷൻ ലഭിക്കാനാണ് അവർ ഈ ഒരു ഹിന്ദു ലോനെ ഫോളോ ചെയ്ത് വരുന്നതും അതേപോലെ തന്നെ ഈ ഒരു ഹിന്ദു ലോ എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നതും. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ഇനീഷ്യേറ്റ് ചെയ്തേക്കുന്നത് പീപ്പിളുടെ വെൽഫെയറിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നത്. അടുത്തൊരു കോൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ ആരാണ് ഹിന്ദു, ആരൊക്കെയാണ് ഹിന്ദു? അപ്പോൾ ഒരു പേഴ്സണെ നമുക്ക് ഹിന്ദു എന്ന് പറയണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ബുദ്ധിസ്റ്റ്, ജെയിൻ അല്ലെങ്കിൽ സിഖ് എന്ന റിലീജിയനിൽ പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിനെ നമുക്ക് എന്താണ് ഹിന്ദു ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. 3 റിലീജിയനാണ് പറയുന്നത്, ബുദ്ധിസ്റ്റ്, ജെയിൻ ഓർ സിഖ് ആണ്. പിന്നെ പറയുന്നത് ഹിന്ദു പാരൻസിന് ജനിച്ചിട്ടുള്ള, അതായത് ഒരു അച്ഛൻ ഒരു അമ്മ, ഈ 2 ഹിന്ദു പാരൻസിന് ജനിച്ചിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടീനെ നമുക്ക് എന്താണ് ഹിന്ദു ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. പിന്നെ മുസ്ലിം വിഭാഗത്തിലോ പർഷ്യയിലോ ക്രിസ്ത്യനിലോ ജൂസിലോ ജനിക്കാത്ത ഒരാളായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ലോയുമായി ബന്ധപ്പെടാത്ത ഒരാളെയാണ് ഹിന്ദു എന്ന് പറയപ്പെടുന്നത്. മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ റിസൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ ലോഡ്ജ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഹിന്ദു. അപ്പോൾ ഹിന്ദു ബൈ റിലീജിയൻ എന്ന് പറയുന്നത് അവർ എങ്ങനെയാണ് ആ ഒരു റിലീജിയനെ പ്രാക്ടീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ഹിന്ദു ആണെന്ന് അവകാശപ്പെടുന്ന ഒരു വ്യക്തിനെ നമുക്ക് ഹിന്ദു ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ മറ്റൊരു മാർഗ്ഗമാണ് കൺവേർഷൻ അല്ലെങ്കിൽ റീകൺവേർഷൻ ടു ഹിന്ദുസം. ഇത് ഒരു ഹിന്ദു ലോ എന്ന് പറയുന്നത് കോഡിഫൈഡ് ലോ ആണെന്ന് പറഞ്ഞു. അപ്പം ഈ ഒരു ഹിന്ദു ഏതൊരു വ്യക്തി ആ ഒരു ഹിന്ദു റിലീജിയനിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ബുദ്ധിസത്തിക്കോ ജൈനിക്കോ സിക്കിൽക്കോ ഈ പറഞ്ഞ ഏതൊരു ഫോം ഓഫ് റിലീജിയനിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അയാളെ നമുക്ക് എന്താണ് ഹിന്ദു ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പം നോർമലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മുസ്ലിം ഹിന്ദു റിലീജിയനിലേക്ക് കൺവേർട്ട് ആവുകയാണ്, അല്ലെങ്കിൽ ഒരു മുസ്ലിം ഒരു സിഖായിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ അയാളെ നമുക്ക് എന്താണ് ഈ ഒരു കൺവേർഷൻ പ്രകാരം ഹിന്ദു ആണെന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ ഹിന്ദു ആണ് എന്ന് അവകാശപ്പെടുന്ന ഒരു വ്യക്തിനെ നമുക്ക് ഹിന്ദു ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അതല്ല, ഹിന്ദു ആയിട്ട് ജനിച്ച് വളർന്ന അച്ഛനമ്മമാർക്ക് ഉണ്ടായിട്ടുള്ള ഒരു കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു കുട്ടിയുടെ റിലീജിയനെ നമുക്ക് ഹിന്ദു ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ അവരെന്തായിരിക്കണം, ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം, അവരെയാണ് നമ്മൾ ഹിന്ദു എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് പറയുന്ന ഈ ബേസിക് കാര്യങ്ങളൊക്കെ മൈൻഡിൽ കീപ്പ് ചെയ്യുക. സ്വന്തം ലാംഗ്വേജിൽ ക്രിയേറ്റ് ചെയ്തിട്ട് പേപ്പറിൽ നല്ല വൃത്തിക്ക് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് പെർഫെക്റ്റ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതിന് ബന്ധപ്പെട്ടിട്ടുള്ള ഇനിയും കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ബെൽ ഐക്കൺ ആക്റ്റീവ് ചെയ്ത് വെക്കുക. ഈ ഒരു വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്തിടുന്നതായിരിക്കും, കണ്ടിന്യൂഷൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു കണ്ടിന്യൂഷൻ നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ ആ ഒരു ബെൽ ഐക്കൺ ആക്റ്റീവ് ചെയ്തിടുക.